ഹലോ ഫ്രണ്ട്സ്, PHPയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ MySQL ഡാറ്റാബേസിനെ നമ്മൾ PHPയിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ PHPയെ നമുക്കൊരു MySQL ഡാറ്റാബേസിൽ കണക്ട് ചെയ്യാം. ഒന്ന് പ്രൊസീജിയർ ഓറിയൻറ്റഡ് രീതിയിൽ, മറ്റൊന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയിൽ. ആദ്യം നമ്മൾ ഡാറ്റാബേസിൽ വേണ്ട പാരാമീറ്ററുകൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു ഹോസ്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്യാം. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കൽ ഡാറ്റാബേസ് ആണ്, നമ്മളിവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് അടുത്തൊരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത് DB യൂസർ. അത് റൂട്ട് എന്ന ഒരു ഡിഫോൾട്ട് യൂസർ MySQL നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്യാം. DB പാസ്വേഡ് എന്ന് പറയുന്നു. അത് empty ആണ്. ഈ റൂട്ടിൻ്റെ പാസ്വേഡ് empty ആണ്. ഇനി നമുക്ക് ഡാറ്റാബേസിൻ്റെ പേര് DB നെയിം. ഇത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് DB എന്ന് പറഞ്ഞു നമുക്ക് ഈ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് വേണ്ട ട്യൂട്ടോറിയലിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പാരാമീറ്റർ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൊസീജിയർ ഓറിയൻറ്റഡ് രീതിയിൽ കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു കണക്ഷന് വേണ്ടി കോൺ എന്ന് പറഞ്ഞൊരു $കോൺ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറയേണ്ടത് MySQL I സ്റ്റാൻഡ്സ് ഫോർ ഇംപ്രൂവ്ഡ് എന്നാണ്. മുമ്പ് MySQL കണക്ട് എന്ന്, ഇപ്പോൾ MySQL കണക്ട് എന്ന് പറയുക. ഇതിനകത്ത് നമുക്ക് ഹോസ്റ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ ഡാറ്റാബേസ് യൂസറിൻ്റെ DB യൂസർ സെലക്ട് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം DB യൂസറിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അടുത്തത് DB നെയിമാണ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന DB നെയിമാണ് കൊടുക്കുക. അപ്പോൾ ഈ 4 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്തു. ഇനി നമുക്ക് ഈ കണക്ഷൻ റെഡിയാണെന്ന് അറിയാൻ നമുക്ക് ഒരു if സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. if not con, if $not con എന്ന് പറയുക. അതായത് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു അറേ ആണ്. ഈ കണക്ഷനകത്ത് നമുക്കൊരു അസോസിയേറ്റീവ് അറേ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പാരാമീറ്റർ നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്കങ്ങനെ കണക്റ്റ് എറർ എന്ന് പറഞ്ഞാൽ അത് 0 ആയിട്ടാണെങ്കിൽ അത് സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്തൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ഫെയിൽഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോട്ട് $con എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിവിടെ എക്കോ പറയാം, DB കണക്ഷൻ ഫെയിൽഡ് എന്ന് പറയാം. അല്ലെങ്കിൽ എൽസ് എക്കോ DB കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഈ കണക്ഷൻ ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മൾ MySQLi_close പറയുക. അതിനകത്ത് ഈ കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ കൊടുക്കുക. ഇത്രയും വേണം. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. നമുക്കൊന്ന് ബ്രൗസറിലൊന്ന് റൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫയലിനെ നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം DB കണക്റ്റഡ് സക്സസ്ഫുള്ളി വന്നു. ഇനി ഇവിടെ ഈ കണക്ഷൻ എന്നുള്ളത് നമുക്കിവിടെ ഒരു ഡൗട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രിൻ്റർ കൊടുത്തിട്ട് നമുക്ക് ഈ കണക്ഷൻ അറേ എന്താണെന്ന് നോക്കാം. അതിനകത്ത് ഇന്ന് റീഫ്രഷ് ചെയ്യുക. സോ ഇതിനകത്ത് ഇത്രയും പാരാമീറ്ററുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കണക്റ്റ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എറർ നമ്പർ ഇതെല്ലാം 0 ആണ്. സോ കണക്ഷൻ സക്സസ്ഫുള്ളായി. ഇത്രയുമാണ് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയിൽ നമ്മൾ PHP MySQL കണക്ഷൻ എഴുതാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ എന്ന് പറയുക. എന്നിട്ട് ന്യൂ MySQLi പറയുക. ഇതിനകത്ത് നമ്മൾ ഹോസ്റ്റ് പറയുക. ഇവിടെ നമ്മൾ DB യൂസർ പറയുക. DB യൂസറിൻ്റെ പാസ്വേഡ് പറയുക. ഡാറ്റാബേസിൻ്റെ പേര് പറയേണ്ട DB നെയിം. ഇത്രയും കാര്യങ്ങൾ പാരാമീറ്റർ 4 കൊടുക്കുക. ഇപ്പം നമുക്കിതൊരു കണക്ഷൻ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി, കോൺ എന്ന് പറഞ്ഞ്. ഇവിടെ നമ്മൾ ഈഫിനകത്ത് പറയുക if $con arrow
ഇനിയിപ്പോൾ നമ്മൾ ആരോയാണ് യൂസ് ചെയ്യേണ്ടത്. കണക്ട് മുമ്പ് കണ്ടല്ലോ കണക്ട് എറർ എന്നുള്ളത്, ഈ കോൺ ആരോ കണക്ട് എറർ. ഇവിടെ നമുക്ക് കണക്ഷൻ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ റിട്ടേൺ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക എക്കോ DB കണക്ഷൻ ഫെയിൽഡ്, അല്ലെങ്കിൽ എക്കോ DB കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് കണക്ഷൻ ക്ലോസ് ചെയ്യാം. ഇവിടെ കണക്ഷൻ ഒബ്ജക്റ്റ് ആരോ ക്ലോസ് എന്ന് പറഞ്ഞാൽ മതി. സോ ഇത്രയുമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കൊന്ന് ഇപ്പോൾ ഇതിനെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയിലാണ് നമ്മൾ കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണക്ഷൻ ചെക്ക് ചെയ്യുന്നു, സക്സസ് അല്ലെങ്കിൽ ഫെയിൽഡ് എന്നുള്ളത് വരും. ഇനി നമുക്ക് കണക്ഷൻ സക്സസ് ആണെങ്കിൽ സക്സസ് ഇല്ലേ ഫെയിൽഡ് എന്ന് വരും. അതിനുശേഷം കണക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് അത് സക്സസ് ആയിട്ട് കിട്ടി. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനകത്തുനിന്ന് നമുക്ക് ചേഞ്ച് ചെയ്താൽ നമുക്കത് ഫെയിൽഡായിട്ട് വരും. ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്കത് ഫെയിൽഡായിട്ട് വന്നിട്ടുണ്ട് കണക്ഷൻ. സോ ഈ MySQLനെ നമുക്ക് PHP ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയും പ്രൊസീജിയർ ഓറിയൻറ്റഡ് രീതിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.